ഓക്കെ, അപ്പൊ ഇവിടെ ഡിവൈഡ് ചെയ്ത് പോകുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. കറന്റ് എങ്ങനെയാണ്? കറന്റ് കോൺസ്റ്റന്റ് ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണ് ഡിഫറൻറ്റ്. സോ നമുക്ക് നെറ്റ് പൊട്ടൻഷ്യൽ എടുക്കാം. V ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. ഓക്കെ, V IR എന്താ പറഞ്ഞാലും V equal to I into R. V1 എങ്ങനെ വരും? V1 equal to I R1 plus I R2 plus I R3. IR equal to I common ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ R1 R2 plus R3. I cancel ചെയ്തിട്ടുണ്ടെങ്കിൽ R equal to R1 plus R2 plus R3. ഇതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് കോമ്പിനേഷൻ. അതെന്താ ഞാൻ പറഞ്ഞത്? കറന്റ് സെയിം ആയിരിക്കും. ഇവിടെ നോക്കിയിട്ട് കറന്റ് സെയിം ആയിരിക്കില്ലേ ക്ലോസ് ചെയ്ത് പോകുന്നതിന് കൂടി. പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയായിരിക്കും? R1 അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 ആയിരിക്കും, R2 അക്രോസ് V2 ആയിരിക്കും, R3 അക്രോസ് V3 ആയിരിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറൻറ്റും ആയിരിക്കും, കറന്റ് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ I കോൺസ്റ്റന്റ് V ഡിഫറൻറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, effective resistance of series combination R series equal to R1 plus R2 plus R3. ഇനി നമ്മൾ കപ്പാസിറ്റൻസ് സെയിം തന്നെ നമ്മൾ ചെയ്തതല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളൊരു പോയിന്റ് പറഞ്ഞായിരുന്നു, effective resistance of series combination, the value of resistance is greater than the value of greatest value എന്ന് പറഞ്ഞായിരുന്നു. അത് ഓർമ്മയുണ്ടോ? ഇപ്പോൾ ഇതിപ്പോൾ 1 ohm ആണ്, 2 ohm ആണ്, 3 ohm ആണ്. R series R effective എടുക്കുമ്പോഴത്തേക്കും 1 plus 2 plus 3 അല്ലേ? അപ്പോൾ ഇതിന്റെ വാല്യൂ R effectiveന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതിലുള്ളതിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഏതാണ് അതിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, എഴുതിയോ? എടുത്തത് പാരലൽ. അപ്പം ഇന്ന് നമ്മൾ കപ്പാസിറ്റൻസിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നു. ഇപ്പൊ R1ന്റെയും R2ന്റെയും R3യുടെയും വാല്യൂ സെയിം ആണെങ്കിൽ എങ്ങനെ വരും? R equal to 3 ആണ്. അത് എഴുതി വെച്ചോട്ടോ. കപ്പാസിറ്റൻസിൽ പഠിച്ചതുപോലെ തന്നെ എല്ലാ പോയിന്റ്സും എഴുതി പോയിട്ടു. R is equal to 3 ആണ്. Effective resistance of series combination. Effective resistance of series combination. Value of effective resistance. Value of effective resistance of series combination. Is greater than the value of largest value. Largest value ഉദ്ദേശിച്ചിരിക്കുന്നത് റെസിസ്റ്ററിന്റെ largest value.
V3 എന്ന് എഴുതി. ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത് എന്താണ്? കറന്റ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ നമുക്ക് കറന്റിന്റെ ടേംസിൽ വേണം എഴുതാൻ. I equal to I1 plus I2 plus I3. I equal to V by R, V by R1 plus V by R2 plus V by R3. റെസിസ്റ്റേഴ്സിന്റെ ഈ കോമ്പിനേഷൻ 10th പഠിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് എഴുതി വെച്ചാൽ മതിയോ നോക്കി. R1 equal to R2 equal to R3 equal to R. 1 by R2 is equal to എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കറന്റ് ഡിഫറെന്റ്, വോൾട്ടേജ് എന്താണ് സെയിം. എഴുതി വെച്ചോണ്ട സൈഡിൽ. Effective resistance of the combination is smaller than that of smallest value. Potential difference between these two electrons. Potential difference V plus minus of minus V plus plus V minus. That's equal to EMF. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ EMF എന്ന് പറയുന്നത്. Potential difference between two electrons.
electrode when there is no flow of current. ഇവിടെ കൂടി കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇല്ല, ഇതൊരു ഓപ്പൺ സർക്യൂട്ട് ആണ് അല്ലെ. അപ്പൊ ഇവിടെ കൂടി കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ ഇലക്ട്രോഡിന്റെ രണ്ടിന്റെ ഇടയിൽ വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ പറയുന്ന പേരാണ് EMF. ഓക്കെ, എഴുതിക്കോ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ സെൽ എന്താന്ന് എഴുതണം. വേണമെങ്കിൽ ഫസ്റ്റ് സെൽ എന്താന്ന് എഴുതിക്കോ. സെൽ ഇസ് എ സിമ്പിൾ ഡിവൈസ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ current through the circuit. Cell is a simple device used to maintain current through the circuit. EMF. Potential difference between EMF is the potential difference between two terminals when there is no flow of current. When there is no flow of current. When there is no flow of current. All the circuit is open. അത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇപ്പോൾ EMF എന്ന് പറയുമ്പോൾ കറണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്ന അവിടുത്തെ ഇതിന്റെ ഈ രണ്ട് ഇലക്ട്രോൺസിന്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ന് പറയാ EMF എന്ന് പറയുന്നത്. പക്ഷെ അവിടെ എന്ത് പാടില്ല, കറന്റ് ഫ്ലോ ചെയ്യുന്നില്ല. ഇതൊരു ഓപ്പൺ സർക്യൂട്ട് അല്ലേ. ജസ്റ്റ് ഇപ്പോൾ ഒരു ഇലക്ട്രോലൈറ്റും രണ്ട് ഇലക്ട്രോണും ഉണ്ടെങ്കിൽ ഇവിടെ കറന്റ് ഫ്ലോ ചെയ്യും ഇല്ല. അവിടെ നമ്മൾ ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്താൽ മാത്രമേ അത് കറക്റ്റ് ആയിട്ട് ക്ലോസ്ഡ് സർക്യൂട്ടിൽ ഇവിടെ മാത്രമേ കറന്റ് ഫ്ലോ ചെയ്യൂ. ഇവിടെ കൂടി ഇപ്പൊ കറന്റ് ഫ്ലോ ചെയ്യും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഇലക്ട്രോഡ്സ് when there is no flow of current. കറന്റ് ഫ്ലോ ചെയ്യാത്ത സ്റ്റേജിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ പറയുന്ന പേരാണ് EMF. E equal to V plus V minus. ഓക്കെ, ഇതൊന്ന് വരച്ചു വെച്ചോ, ചെറുതായിട്ട് വരച്ചു വെച്ചാൽ. ഈ ഇലക്ട്രോഡ്സ് ഒരു റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പൊ ഇത് ക്ലോസ്ഡ് ആയി അല്ലെ. നേരത്തെ ഓപ്പൺ ആയിരുന്നു. ഓപ്പൺ ആയപ്പോഴുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ പറയുന്ന പേരാണ് EMF. ഇപ്പൊ നമ്മളൊരു റെസിസ്റ്ററുമായിട്ട് ഇത് കണക്ട് ചെയ്തു. അപ്പൊ ഇത് എന്തായി, ക്ലോസ്ഡ് സർക്യൂട്ട് ആയി. അപ്പൊ ഇവിടെ കറന്റ് ഫ്ലോ നടക്കും. ഈ ഇലക്ട്രോലൈറ്റ്സും ഇലക്ട്രോഡ്സും കൂടി അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യും. ഇവിടെ എന്ത് ചെയ്യും, കറന്റ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ ഇലക്ട്രോലൈറ്റ്സും ഇലക്ട്രോഡും കൂടെ അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ കറന്റ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പൊ കറന്റ് ഫ്ലോ ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. അതാണ് നമ്മുടെ ആക്ച്വൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നമ്മൾ സാധാരണ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയും. അതാണ് ഇപ്പൊ കറന്റ് ഫ്ലോ ചെയ്യുമ്പോഴുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പക്ഷെ കറന്റ് ഫ്ലോ ചെയ്യാത്ത സമയത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ പറയുന്നതാണ് EMF. അടുത്തതിൽ ഇങ്ങനെ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്ത് കാണിച്ചോട്ടാ.
ഇലക്ട്രോലൈറ്റും ഇലക്ട്രോഡും കൂടെ അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ കറന്റ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഇന്റേണലി കറന്റ് ഫ്ലോ ചെയ്യുന്നത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കായിരിക്കും. ഇന്റേണലി കറന്റ് ഫ്ലോ ചെയ്യുന്നത് ഇന്റേണലി കറന്റ് ഫ്ലോസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. എക്സ്റ്റേണലി പോകുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും എക്സ്റ്റേണലി പോകുന്നത്. ഇവിടെ ഇന്റേണലി ഇവിടെ കറന്റ് ഫ്ലോ നടക്കുന്ന ഈ ടൈമില് ഇലക്ട്രോലൈറ്റ് ഒരു ഒപ്പോസിഷൻ ഓഫർ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. The opposition offered by an electrolyte due to the flow of electric current. ഇലക്ട്രിക് കറന്റ് ഫ്ലോ ചെയ്യുന്ന ടൈമില് ഇലക്ട്രോലൈറ്റ് ഓഫർ ചെയ്യുന്ന ഒരു ഒപ്പോസിഷൻ, അതായത് ഒരു റെസിസ്റ്റ് ചെയ്യുന്നതിനെ നിർത്തുന്ന ഒരു ഒപ്പോസിഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, ഇന്റേണൽ ഇലക്ട്രോലൈറ്റ് ഓഫർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. The opposition offered by internal resistance. Internal resistance. Internal resistance. Internal resistance. The opposition offered by an electrolyte. The opposition offered by an electrolyte due to the flow of electric current. Due to the flow of electric current offered by the electrolyte due to the flow of electric current is called internal resistance. Okay, അപ്പോൾ സെൽ എന്താന്ന് കിട്ടി, EMF എന്താന്ന് കിട്ടി, ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താന്ന് കിട്ടി. ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവുന്ന എപ്പോഴാണ്, ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും ഇല്ല. കറന്റ് ഫ്ലോ ചെയ്യണം. കറന്റ് ഫ്ലോ ചെയ്യണമെങ്കിൽ സർക്യൂട്ട് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ ഇലക്ട്രോലൈറ്റ് ഓഫർ ചെയ്യുന്ന ഒരു ഒപ്പോസിഷൻ അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്ത് നിർത്തുന്നു കറന്റിന്റെ ഫ്ലോയിൽ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇന്റേണൽ റെസിസ്റ്റൻസ്. Nature of electrolyte and electrode. Nature of electrolyte and electrode. Nature of electrolyte and electrode. ഇലക്ട്രോലൈറ്റിന്റെ ഇലക്ട്രോഡിന്റെ നേച്ചർ, അതായത് ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ അങ്ങനെ അതൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ബ്രാക്കറ്റിൽ ആണെങ്കിൽ എഴുതുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് എന്ന് എഴുതുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. Of electrode dipped in the electrolyte. Area of electrode dipped in the electrolyte. ഇത്രത്തോളം ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നു. ഏരിയ കൂടുതലാണെങ്കിൽ, ഇലക്ട്രോഡിന്റെ ഏരിയ കൂടുതലാണെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും. Distance between the electrodes. Distance between the electrodes.
ഈക്വൽ ടു ഇവിടുത്തെ സെല്ലിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ എഴുതാം V ഈക്വൽ ടു EMF E മൈനസ് I ഇൻറ്റു R ഇതാണ് റെസിസ്റ്റൻസ്. ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ഈയുടെ ടേംസിലേക്ക് നമ്മൾ എഴുതുമ്പോൾ E ഈക്വൽ ടു V പ്ലസ് IR. ഈ റിലേഷൻ പഠിച്ചു വെച്ചേക്കോട്ടെ. ഇത് വേറെ ഡെറിവേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. V ഈക്വൽ ടു IR. മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. ഇത് ഡിസ്ചാർജിങ് കണ്ടീഷന്, ഇത് ചാർജിങ് കണ്ടീഷൻ. പിന്നെ ഡിസ്ചാർജിങ് കണ്ടീഷനിൽ ശ്രദ്ധിക്കേണ്ടത് E എന്ന് പറയുന്നത് വിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. ഇയുടെ വാല്യൂ EMFന്റെ വാല്യൂ പൊട്ടൻഷ്യൽ ഡിഫറൻസിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. അത് മെറ്റീരിയൽ തന്നെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. E ഈസ് ഗ്രേറ്റർ ദാൻ V. ഡിസ്ചാർജിങ് കണ്ടീഷനിൽ ചാർജിങ്ങിൽ E is less than V. അതിൽ ആ പോയിന്റ് അത് ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. ഫസ്റ്റ് മെയിനായിട്ട് നമ്മൾ പഠിച്ച റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ആ ഒരു ഫിഗറിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു EMF മൈനസ് I ഇൻറ്റു ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഇതാണ് നമ്മൾ റിലേഷൻ. ഇതിൽ നമ്മൾ ഇതിനെടുക്കുന്നതാണ് ഇതിൻ്റെ ടേംസ് E ഈക്വൽ ടു പ്ലസ് ഡിസ്ചാർജിങ് കണ്ടീഷൻ എന്നാ പറയുന്നത്. ഡിസ്ചാർജ് ആവുന്ന കണ്ടീഷൻ എന്നാ പറയുന്നത്. ഇവിടെ E ഈസ് ഗ്രേറ്റർ ദാൻ V ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറെ ഇക്വേഷൻ പഠിക്കുന്നത് E ഈക്വൽ ടു V പ്ലസ് I ആണ്. എങ്ങനെ ചാർജിങ്ങിന്റെ കണ്ടീഷൻ രണ്ടും ചെയ്യുന്നതിനാ റിലേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ EMF ആൻഡ് പൊട്ടൻഷ്യൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യണമായിട്ട് തന്നെ ഇവിടെ